തിരുവനന്തപുരത്തു നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് NS നെല്ലിക്കുന്നാവും. ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള GM ന്യൂസ് ദിവസവും കേൾക്കുവാൻ GM ചാനലിൽ അംഗമാകൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വാർത്താ ഹെഡ്ലൈൻസ്. ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും IPC കേരള സ്റ്റേറ്റ് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. ആപ്കോൺ ടാലന്റ് ടെസ്റ്റ് സമാപിച്ചു. നിലമ്പൂർ അഗപ്പെ ഗോസ്ബൽ മിഷൻ 29ാമത് ജനറൽ കൺവെൻഷൻ 24 മുതൽ IPC ബദേൽ ചാമമ്പതാൽ സഭാ ഹാളിൻ്റെ സമർപ്പണം നടന്നു. ദി പെന്തക്കോസ്റ്റ് മിഷൻ തിരുവല്ല സെൻറ്റർ കൺവെൻഷൻ 18-ന് തുടങ്ങും. മഞ്ഞാടിയിൽ MV ശമുവേൽ ഫ്ലോറിഡയിൽ നിര്യാതനായി. വാർത്തകൾ വിശദമായി കേൾക്കാം. കുമ്പനാട് IPC കേരള സ്റ്റേറ്റിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയായ ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീട് പ്രോജക്റ്റിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3:30-ന് പത്തനാപുരത്ത് നടന്നു. ഭവനരഹിതരായ സുവിശേഷകർക്ക് വീട് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന ട്രഷറർ PM ഫിലിപ്പ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോർജ് അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ സ്റ്റേറ്റ് സെക്രട്ടറി പ്രോജക്റ്റ് അവതരണം നടത്തി. ജോയിൻറ്റ് സെക്രട്ടറിമാരായ പാസ്റ്റർ രാജു ആനക്കാട്, ജെയിംസ് ജോർജ്, ട്രഷറർ PM ഫിലിപ്പ്, പ്രോജക്റ്റ് ചെയർമാൻ സജി മത്തായി, കാത്തേട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു. IPC ജനറൽ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, സെൻറ്റർ ശുശ്രൂഷകന്മാരും മറ്റ് സഭാ മുൻനിര പ്രവർത്തകരും പങ്കെടുത്തു. അബുദാബി പെന്തക്കോസ്ത് സഭകളുടെ ഐക്യ കൂട്ടായ്മയായ ആപ്കോൺ ചില വർഷങ്ങൾക്കു ശേഷം ക്രമീകരിച്ച ടാലന്റ് ടെസ്റ്റ് 2024 അനുഗ്രഹീതമായി സമാപിച്ചു. ആപ്കോൺ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സജി വർഗീസ് അധ്യക്ഷതയിൽ ആപ്കോൺ പ്രസിഡന്റ് പാസ്റ്റർ EBM വർഗീസ് സമ്മേളനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു. ആപ്കോണിലെ 21 അംഗത്വ സഭകളിലെ പ്രതിനിധികൾ വിവിധ ഈവൻറ്റുകളിൽ പങ്കെടുത്തു. ഗ്രൂപ്പ് സോങ് വിഭാഗത്തിൽ ബദേൽ AG അബുദാബിയും IPC ഗിൽഗാൽ അബുദാബിയും UPA അബുദാബിയും, ഗ്രൂപ്പ് ബൈബിൾ ക്ലാസ്സിൽ സീനിയേഴ്സ് വിഭാഗത്തിൽ IPC അബുദാബിയും, യുണൈറ്റഡ് ബദേൽ AGയും IPC ഗിൽഗാൽ അബുദാബിയും, ഗ്രൂപ്പ് ബൈബിൾ കിസ് ജൂനിയേഴ്സ് വിഭാഗത്തിൽ PMG ചർച്ച് അബുദാബിയും UPA അബുദാബിയും IPC എബ്നേസർ മുസഫയും വിജയികളായി. പാസ്റ്റർ റിബി കെന്നത്ത്, ബ്രദർ ആശിഷ് ശ്രീനിവാസൻ, ബ്രദർ ബിജു ജേക്കബ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ആപ്കോൺ ഭാരവാഹികളും ശുശ്രൂഷകന്മാരും ടാലന്റ് ടെസ്റ്റ് കോർഡിനേറ്റേഴ്സും MCC സൺഡേ സ്കൂൾ ഭാരവാഹികളും സമ്മാനദാനം നിർവഹിച്ചു. നിലമ്പൂർ അഗപ്പെ ഗോസ്ബൽ മിഷൻ്റെ 29ാമത് ജനറൽ കൺവെൻഷൻ 2024 ജനുവരി 24 ബുധൻ മുതൽ 28 ഞായർ വരെ നിലമ്പൂർ അഗപ്പെ ഹിൽസിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രസിഡന്റ് PM അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ ഫെയ്ത്ത് ബ്ലസൻ, സജു ചാത്തന്നൂർ, അനീഷ് ഏലപ്പാറ, അനീഷ് കൊല്ലം, KC ജോർജ്, ജോസഫ് ഇടക്കാട്ടിൽ, ജോയി പാറക്കൽ തുടങ്ങിയവർ പ്രസംഗിക്കുന്നു. സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ ആൻസി പൗലോസ് വചന ശുശ്രൂഷ നടത്തും. ജനുവരി 24 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് അഗപ്പെ ബൈബിൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗ്രാജുവേഷൻ സർവീസും ഉണ്ടായിരിക്കും. പകൽ മീറ്റിങ്ങുകളിൽ പൊതുസമ്മേളനം, ശുശ്രൂഷക സമ്മേളനം, സഹോദരി സമ്മേളനം, സൺഡേ സ്കൂൾ ആൻഡ് യൂത്ത് സമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30-ന് സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും. പാസ്റ്റർ ജോസ് പത്തനാപുരത്തിൻ്റെ നേതൃത്വത്തിൽ അഗപ്പെ മ്യൂസിക് ടീം ഗാനശുശ്രൂഷ നിർവഹിക്കുന്നു. പാമ്പാടി സെൻട്രൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ബദേൽ ചാമമ്പതാൽ സഭയുടെ സമർപ്പണം ജനുവരി 13 ശനിയാഴ്ച നടന്നു. സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ KA വർഗീസിൻ്റെ അധ്യക്ഷതയിൽ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ സാം ഡാനിയൽ സമർപ്പണ ശുശ്രൂഷ നടത്തുകയും മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. വാഴൂർ പഞ്ചായത്ത് മെമ്പർ സൗദ ഇസ്മായിൽ, പാസ്റ്റർമാരായ PP ഏലിയാസ്, PR സന്തോഷ്, AT ജോസഫ്, KM ജോസഫ്, സഹോദരന്മാരായ KM മാത്യു, PV വർഗീസ്, ബാബു മാത്യു, ജോൺ വർഗീസ്, സിസ്റ്റർ ഓമന ബാബു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സഭാ പാസ്റ്റർ ജിജോ PA സ്വാഗതവും സെൻട്രൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൺവീനർ കൊച്ചുമോൻ തോപ്പിൽ നന്ദിയും പറഞ്ഞു. വാർത്ത അനീഷ് പാമ്പാടി. ദി പെന്തക്കോസ്ത് മിഷൻ തിരുവല്ല സെൻറ്റർ വാർഷിക കൺവെൻഷനും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും ജനുവരി 18 വ്യാഴം മുതൽ 21 ഞായർ വരെ കറ്റോട് TPM കൺവെൻഷൻ ഗ്രൗണ്ടിൽ TK റോഡിന് സമീപം നടക്കും.
ദിവസവും രാവിലെ 7-ന് ബൈബിൾ ക്ലാസ്, 9:30 പൊതുയോഗം, 3-ന് കാത്തിരിപ്പ് യോഗം, വൈകിട്ട് 5:45 ഗാനശുശ്രൂഷ, സുവിശേഷ പ്രസംഗം, രോഗശാന്തി പ്രാർത്ഥന എന്നിവയും ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് പ്രത്യേക യുവജന മീറ്റിംഗും ഉണ്ടായിരിക്കും. വെള്ളി ശനി പകൽ യോഗങ്ങൾ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള TPM ആരാധന ഹാളിൽ നടക്കും. സഭയുടെ പ്രധാന ശുശ്രൂഷകർ പ്രസംഗിക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9-ന് തിരുവല്ല സെൻറ്ററിന് കീഴിലുള്ള ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 33 പ്രാദേശിക സഭകളിലെ ശുശ്രൂഷകരും വിശ്വാസികളും പങ്കെടുക്കുന്ന സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും. ലേക്ക് ലാൻഡ് തിരുവല്ല മഞ്ഞാടിയിൽ MV ഷാമുവിൽ 71 ലേക്ക് ലാൻഡ് ഫ്ലോറിഡയിൽ നിര്യാതനായി. ശ്വാസകോശ സംബന്ധമായ തടസ്സത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയെങ്കിലും ജനുവരി 11-ന് വ്യാഴാഴ്ച രാവിലെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. 1979-ൽ തിരുവല്ലയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ അദ്ദേഹം കുടുംബമായി ലേക്ക് ലാൻഡ് IPC സഭാംഗമായിരുന്നു. പൊതുദർശനവും മെമ്മോറിയൽ സർവീസും വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച രാവിലെയും IPC ലേക്ക് ലാൻഡ് ചർച്ചിലും സംസ്കാര ഉച്ചയ്ക്ക് സെമിത്തേരിയിലും ക്രമീകരിച്ചിരിക്കുന്നു. ഭാര്യ റോസമ്മ, മക്കൾ അനിൽ, ക്രിസ്റ്റി, ഷെൽബി, മരുമക്കൾ ജെനിഫർ, റോബിൻ, കൊച്ചുമക്കൾ മാഡിസൺ, ജൂലിയാന, നോഹ, സാമുവേൽ. വാർത്തകൾ ചുരുക്കത്തിൽ. ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും IPC കേരള സ്റ്റേറ്റ് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. ആപ്കോൺ ടാലന്റ് ടെസ്റ്റ് സമാപിച്ചു. നിലമ്പൂർ അഗപ്പെ ഗോസ്ബൽ മിഷൻ 29ാമത് ജനറൽ കൺവെൻഷൻ 24 മുതൽ IPC ബദേൽ ചാമമ്പതാൽ സഭാ ഹാളിൻ്റെ സമർപ്പണം നടന്നു. ദി ബെന്തക്കോസ്ത് മിഷൻ തിരുവല്ല സെൻറ്റർ കൺവെൻഷൻ 18-ന് തുടങ്ങും. മഞ്ഞാടിയിൽ MV ഷാമുവേൽ ഫ്ലോറിഡയിൽ നിര്യാതനായി. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ സമാപനം കുറിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും വരും. നന്ദി.